അങ്ങനെ 2026 T20 വേൾഡ് കപ്പ് നമ്മൾ തൂക്കിയിരിക്കുകയാണ് മക്കളെ. ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ്. 2024 നമ്മൾ തന്നെയായിരുന്നു കപ്പടിച്ചിരുന്നത്. സ്പെഷ്യൽ നമ്മുടെ മുത്ത് സഞ്ജു സാംസൺ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്. 2026 T20 വേൾഡ് കപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ട്രോഫി നമ്മുടെ സഞ്ജു സാംസൺ ആണ്. അതേപോലെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ 23 സിക്സറുകൾ അടിച്ചിട്ടുണ്ട്. അതൊരു ഇന്ത്യൻ്റെ റെക്കോർഡാണ്. അതേപോലെ ഏറ്റവും കൂടുതൽ റൺസ് ഒരു T20 വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നമ്മുടെ മുത്ത് സഞ്ജു സാംസൺ 321 റണ്. സാക്ഷാൽ വിരാട് കോഹ്ലിനാണ് മറികടന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതല്ലേ പറയുന്നത് കാലത്തിന്റെ കാവ്യനീതി. കാരണം ഇത്രത്തോളം തഴഞ്ഞൊരു പ്ലെയറാണ്. കാരണം ന്യൂസിലൻഡുമായിട്ടുള്ള വേൾഡ് കപ്പിന് മുന്നേ ന്യൂസിലൻഡുമായിട്ടുള്ള മത്സരത്തിൽ 5 സീരീസ് മത്സരത്തിൽ ഒറ്റ കളി പോലും കളിക്കാത്ത സഞ്ജു സാംസണ ഞാനടക്കമുള്ള ആൾക്കാർ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടിട്ട് തെറി. ഒരുപാട് ആൾക്കാർ 5 മത്സരത്തിൽ നിന്ന് ഒറ്റ മത്സരം പോലും ഫോം ആവാൻ സഞ്ജുവിന് പറ്റിയിട്ടുണ്ടായില്ല. ഇതിൽ പരം എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു മാച്ച് ഉണ്ടായിരുന്നു, ലാസ്റ്റ് മാച്ച്. അതിൽ ഡെക്കായിട്ട് സഞ്ജു കയറിപ്പോകുന്ന ഒരു രംഗമുണ്ട്. സഞ്ജുവിന് അത്രയും ടെൻഷൻ അടിച്ചിട്ട് കയറിപ്പോകുന്ന രംഗമുണ്ട്. അവിടുന്ന് ഫീൽഡിന് ഇറങ്ങിയ സമയത്ത് ഇഷാൻ കിഷന്റെ കയ്യിലേക്ക് ഗ്ലൗസ് ഊരിക്കൊടുക്കാം സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ പറയുമ്പോൾ ഒരാളുടെ മനസ്സിൽ എത്രത്തോളം വിഷമം ഉണ്ടാവും അറിയാം. ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സഞ്ജുവിനെ സ്ക്വാഡിൽ തന്നെ മാറ്റും, KL രാഹുലിനെ കയറ്റും, പിന്നെ അത് ഋഷഭ് പന്തിനെ കയറ്റുന്നു. പക്ഷെ സ്ക്വാഡ് അങ്ങനെ ചേഞ്ച് ആക്കാൻ പറ്റില്ലല്ലോ. അവിടെ നിന്നും ചെക്കന്റെ ഭാഗ്യാണ് അഭിഷേക് ശർമ്മ ഫോം ഔട്ട് ആയതും ഓപ്പണിംഗ് ഫുള്ള് കൊളാപ്സ് ആയതും സഞ്ജുവിന് ചാൻസ് ആയി. നമീബിയക്കെതിരെയുള്ള മത്സരത്തിൽ സഞ്ജുവിന് ചാൻസ് കൊടുക്കുകയാണ്. അവിടുന്ന് ചെക്കൻ 8 പന്തിൽ നിന്നും 22 റൺസ് എടുത്ത് 3 സിക്സറുകൾ, എണ്ണം പറഞ്ഞ സിക്സറുകൾ അടിച്ചിട്ടുണ്ട്. അതേപോലെ സിംബാബ്വെക്കെതിരെ 24 റൺ. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഓപ്പണിംഗ് നല്ലൊരു പാർട്ണർഷിപ്പ് ഈ ഒരു 2 മത്സരത്തിൽ തന്നെ സഞ്ജു എടുത്ത്. ഓപ്പണിംഗ് നല്ല ഒരു പാർട്ണർഷിപ്പ് കിട്ടുമല്ലോ, നല്ലൊരു ഇമ്പാക്ട് തുടക്കം കിട്ടും. സഞ്ജു ഇല്ലാത്ത മത്സരത്തിൽ ഭയങ്കര സ്ലോലും തോറ്റ മത്സരം, ദക്ഷിണാഫ്രിക്കയായിട്ട് തോറ്റ മത്സരം ഇന്ത്യക്ക് പാടായി. അവിടെ നിന്ന് ചെക്കൻ നോക്കൌട്ടിലേക്ക് വരുമ്പം വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള മത്സരത്തിൽ ഇറങ്ങുകയാണ്. ആ മത്സരത്തിലുണ്ടല്ലോ സഞ്ജു ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഔട്ടായി ഉണ്ടാവും. 97 റൺസാണ് 50 പന്ത് നിന്നും. ഇതുവരെ കളിച്ച സഞ്ജു അല്ല ആ മത്സരത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. 7 സിക്സറുകളും അവസാനം 6ഉം 4 അടിച്ച് ജയിപ്പിക്കുകയാണ്. ക്വാർട്ടറിൽ 97, സെമിയിൽ ഇംഗ്ലണ്ടുമായിട്ട് 89, 7 സിക്സറുകൾ, ഫൈനലിൽ 89, 8 സിക്സറുകൾ, തുടർച്ചയായിട്ട് 350. ഈ 3ഉം സെഞ്ചുറി ആക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ സഞ്ജു കളിച്ചത് ടീമിന് വേണ്ടിയാണ്. ഇതൊക്കെ പറഞ്ഞത് 3 മത്സരം കൊണ്ട് തന്നെ സഞ്ജു സാംസൺ തന്റെ പേര് ചരിത്രത്തിൽ എഴുതി ചേർത്ത്. ഇത്രയും പറയാനുള്ളൂ. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് എന്ന ICC പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ആയ മാതിരി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് എന്നും നിലനിൽക്കും. തന്നെ അവഗണിച്ചവർക്കെതിരെ ഒറ്റക്ക് നിന്നുകൊണ്ട് കിട്ടിയ മത്സരത്തിൽ 5 മത്സരത്തിൽ നിന്നാണ് 321 റൺസ് എടുത്തിട്ട് ICC പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്. അതായത് എന്നെ അത്ഭുതപ്പെടുത്തിയത് ടീമിൽ പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഒരു പയ്യൻ 5 മത്സരം കളിച്ചിട്ട് അതിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആവുക എന്നാൽ അമേസിങ്. എന്തായാലും സഞ്ജു സാംസൺ